പ്രിയ സഖാക്കളെ, ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. ഇതിനു മുമ്പ് എനിക്കിങ്ങനെ ഒരു സംവിധാനത്തിലൂടെ ഒരു പ്രഭാഷണം നടത്തി പരിചയമില്ല. ഈ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഹരി പറഞ്ഞതനുസരിച്ച് എനിക്ക് വീട്ടിയെക്കുറിച്ച് ഉള്ള ബോധ്യം ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണ്. അപ്പം അതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. 10-20 മിനിറ്റ് കൊണ്ട് വീട്ടിയുടെ ജീവിത പരിക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ചോ വിശദീകരിക്കുക എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും വീട്ടിയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിയെ കാണുകയും വീട്ടിയുമായി സംവദിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലപ്പോഴും കേൾക്കാൻ അവസരവും കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊരു സന്തോഷം എനിക്കുണ്ട്. വീട്ടിയുടെ ജന്മഗ്രഹം എന്നുള്ളതിനേക്കാളേറെ, വീട്ടിയുടെ അമ്മാത്ത് എന്നുള്ളതിനേക്കാളേറെ വീട്ടിയുടെ സന്ദേശങ്ങളിൽ കൂടുതൽ തൽപരരായിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. വീട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ, പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇവിടെയുള്ള ചുറ്റുപാടുകളിലൊക്കെ ഒരിടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ കുട്ടികളായി സ്കൂൾ കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുന്നത്. ആ സമയത്താണ് വീട്ടിയെ കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ വീട്ടിയുടെ ആശയങ്ങളെ, പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങളിൽ തന്നെ നിലനിന്നിരുന്ന ഒട്ടേറെ അപരിഷ്കൃതം എന്ന് തോന്നിപ്പിക്കുന്ന, ഞങ്ങളെയൊക്കെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു കാര്യങ്ങളിലുമൊക്കെ വളരെയേറെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്ന ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു പക്ഷേ വീട്ടിൽ എത്രയോ കാലം മുമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞ ആ കാര്യങ്ങൾ 67, 68, 70, 72 കാലഘട്ടങ്ങളിൽ പോലും നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഒരു വിരോധാഭാസമാവാം. അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ വളരെ അടുത്ത ഒരു വ്യക്തിയായിരുന്നു വീട്ടി. അച്ഛനെ പഠിപ്പിച്ചതും അച്ഛനന്ന് 1930കളിൽ 10ാം ക്ലാസ് പാസ്സാകുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതും ഒക്കെ തന്നെ വീട്ടിയാണ്. അങ്ങനെയാണ് വീട്ടിയോട് ഞങ്ങൾക്കുള്ള ഒരു ആരാധന ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് എന്താണ് വീട്ടി, ആരാണ് വീട്ടി, വീട്ടിയുടെ കൃതികളെ ഒരുപക്ഷെ 68, 70, 75 കാലങ്ങളിലൊക്കെയാണ് പലപ്പോഴും പല കൃതികളും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ 1910 മുതലോ അല്ലെങ്കിൽ 20കൾ മുതലോ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്കൊരവസരം കിട്ടിയിട്ടുള്ളത്. അത് പഠിച്ചപ്പോഴാണ് ഇത്ര മഹത്തായ ഒരു വ്യക്തിയാണല്ലോ വീട്ടി എന്ന ബോധ്യം ഞങ്ങളിൽ ഉണ്ടാവുന്നത്. വീട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതിശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയ്ക്ക് ആ ഒഴുക്കിനെതിരായി നീന്തിയ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും ഏറെ വീർപ്പുമുട്ടിയിരുന്ന, ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങളുടെയൊക്കെ തന്നെ കുടുംബങ്ങളിൽ സ്ത്രീകൾ 66, 68 കാലഘട്ടങ്ങളിൽ പോലും മാറുമറയ്ക്കാതെയും അല്ലെങ്കിൽ ഈ മറക്കുടകളും ഒക്കെയായി 10, 70, 72 വയസ്സായ സ്ത്രീകളെ പുറത്തു കൊണ്ടുപോകുന്ന കാഴ്ചയും അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ആ ഒരവസ്ഥയും ഒക്കെ തന്നെ വളരെ പരിതാപകരമായി അന്ന് ഞങ്ങളുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഒരു ഭീകരമായ ഒരവസ്ഥയായി ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കിഴക്കിനിയിലും വടിക്കിനിയിലും അടുക്കളയിലുമൊക്കെയായി തളയ്ക്കപ്പെട്ടിട്ടുള്ള മുത്തശ്ശിയമ്മമാരും അപ്പൻ്റമ്മമാരും അവരൊക്കെ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ അന്ന് മതിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെ
ഞങ്ങൾക്കൊന്നും അതിനെതിരായി ശബ്ദമുയർത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു 1975, 76 കാലഘട്ടങ്ങളിലാണ് ഇത് ശരിയായൊരു സമീപനമല്ല. വീട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്പൂതിരി സമുദായത്തിലുള്ള സ്ത്രീകളുടെ ഇടയിൽ അത് കൂടുതൽ കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചുകൊണ്ട് കൂടുതൽ ആ രംഗത്ത് പ്രവർത്തിക്കാൻ സന്നദ്ധരാകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിയെ കാണുന്നതും വീട്ടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കുടികൊള്ളുന്നതും. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളുടെയും കുടുംബങ്ങളിൽ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാണാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വീട്ടി നൽകിയ സന്ദേശം ഇപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, 1970 കാലഘട്ടങ്ങളിലാണ് ഈ പാഞ്ഞാൾ വെച്ച് അതിരാത്രം നടക്കുന്നത്. ആ അതിരാത്രത്തെക്കുറിച്ച് വളരെ ഭംഗിയായി, ഒരു പക്ഷേ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അദ്ദേഹം ഈ പാഞ്ഞാൾ പാടത്തെ കശാപ്പുശാല എന്ന ലേഖനം എഴുതിയപ്പോൾ ഞാൻ സത്യത്തിൽ ആ പാഞ്ഞാൾ നടക്കുന്ന പരിപാടി കാണാനായിട്ട് പോവുകയുണ്ടായി. കാരണം മാമുണ്ണ് ഞങ്ങളുടെ ഒരു ബന്ധു ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ പോയി ഇത് കാണുകയുണ്ടായി. ഇത്ര വിചിത്രമായ ഒരു ആചാരം 1970-കളിൽ ലോകത്തിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച ഇതേപോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമയത്ത് പോലും ഇത്ര അന്ധമായ വിശ്വാസങ്ങളിൽ അത് ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ അതിലേറെ വ്യാപൃതരായി കാണുന്നതൊക്കെ കണ്ടപ്പോൾ വാസ്തവത്തിൽ അതിനോട് ഒരു വല്ലാത്ത വെറുപ്പും പുച്ഛവും നമുക്ക് അനുഭവപ്പെടേണ്ടായി. ഇത് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഉള്ള ഒരവസരമായിട്ട് ഞാനത് ഉപയോഗിക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന പുസ്തകം വായിക്കാൻ ഇടവന്നത്. കണ്ണീരും കിനാവും വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു പക്ഷേ അനുഭവിച്ചത് തന്നെ ഇപ്പോൾ ഉപനയന സമയത്തോ സമാവർത്തന സമയത്തോ മറ്റു കാര്യ സമയത്തോ ഒക്കെ അനുഭവിച്ചതിനേക്കാളൊക്കെ എത്രയോ കഷ്ടം, എത്രയോ ദുരിതം ഇതിനു മുൻപുള്ള ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാവും. എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഒരു 1910-കളിലും 1920-കളിലും ഒക്കെ അദ്ദേഹം ഈ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എഴുതുന്ന സമയത്ത് അവിടെ മറ്റേ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനങ്ങൾ, അതിൽ ഇപ്പോൾ പ്രേംജി ആയാലും അല്ലെങ്കിൽ മറ്റേ MRD ആയാലും ഇവരെ പോലുള്ള ആളുകളൊക്കെ ഇടപെടുകയും തുടർന്ന് EMSനെ പോലുള്ള ആളുകൾ അതിലേക്ക് വരികയും അതിനൊക്കെ വീട്ടി നൽകിയിട്ടുള്ള ഒരു നേതൃത്വപരമായ പങ്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു പക്ഷേ അത്ര ഭീകരമായ ഒരനുഭവമായിരുന്നു അദ്ദേഹത്തെ അന്ന് ഉണ്ടായിരുന്നത് എന്നൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പുതിയ ഒരു വീട്ടി അല്ലെങ്കിൽ വീട്ടിയുടെ അന്ന് വീട്ടി കൊളുത്തി വെച്ച ആ പ്രകാശം അത് നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ അത് അണങ്ങി പോവുകയാണോ, കൂടുതൽ യാഥാസ്ഥിതിക മനോഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് വീണ്ടും വീണു പോവുകയാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ പലപ്പോഴുമുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വം ഇപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ കരുതുന്നുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ എന്തായാലും ആ തരത്തിലുള്ള അനുഭവം ഇപ്പം നമ്മുടെ മുമ്പിൽ ഉണ്ട്. കാരണം ഒരു കാലത്ത് അദ്ദേഹം കൂടുതൽ പൊട്ടിച്ചു കളയുകയും ഈ സഹസ്രാവർത്തിയൊക്കെ നടത്തുന്നത് പോഷ്കാണ് എന്ന് പറയുകയും അമ്പലങ്ങൾക്ക് തീ കൊടുക്കണമെന്ന് പറയുകയും അതിനകത്ത് നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയുകയും മറക്കുട തല്ലിപ്പൊളിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത അതേ അവസ്ഥ വീണ്ടും അത് പുനരാലോചിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പറയുമ്പോൾ വീട്ടി അദ്ദേഹം 10-35 കൊല്ലക്കാലം ഉണ്ണിനമ്പൂതിരി മാസികയിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് നിരന്തരമായ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങളിലൂടെ നടത്താൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ
വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇപ്പോൾ അത് ഏത് മഹാന്മാരുടെ കാര്യത്തിലും സ്വന്തമായി ഒരു ഇച്ഛ പോലും ഇല്ലാതെ, ഇപ്പം നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോഴും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴും വീട്ടിയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ അവർ നൽകിയ സന്ദേശത്തിൻ്റെ എത്രയോ അകലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് വരുന്നില്ല. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും മുന്നേറാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഏത് പ്രവർത്തനത്തിലൂടെ ഏത് മാർഗങ്ങളിലൂടെയും സ്വീകരിക്കാനുള്ള ഒരു ഒരു സന്നദ്ധത നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുത്തേ കഴിയൂ. അത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ VT എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യത്വത്തിൽ ഊന്നി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് പല പ്രസ്ഥാനങ്ങളെ പോലെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ VT ഉണ്ടാക്കിയ ഉൽപ്പതിഷ്ണുക്കളുടെ കൂട്ടായ്മയായ ഉണ്ണി നമ്പൂതിരി അല്ലെങ്കിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ടുള്ള യോഗക്ഷേമത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ, ഞാനിതിൻ്റെ ഒരു നേതാവാണ്, എനിക്കിതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത ഒരുപക്ഷെ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളിലൊക്കെ മറ്റ് പലർക്കും ഉണ്ടായിരുന്നെങ്കിലും ഒരു രീതിയിലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് VT എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. VTയെക്കുറിച്ച് നമ്മൾ ഓരോ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ, ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൻ്റെ അന്നുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചും VT അതിലെടുത്ത ഇപ്പോൾ അപ്പന്മാരുടെ കാര്യങ്ങളിലായാലും കൊള്ളാം, സ്ത്രീ അന്തർജനങ്ങളുടെ കാര്യങ്ങൾ, വിധവാ വിവാഹത്തിൻ്റെ കാര്യങ്ങളായാലും കൊള്ളാം, മിശ്രവിവാഹത്തിൻ്റെ കാര്യങ്ങൾ, ഓരോന്നിനെ പറ്റിയും നമ്മൾ പറയണമെങ്കിൽ നിരവധി നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഇന്ന് VT നൽകിയ സന്ദേശം, ആ വെളിച്ചം കൂടുതൽ ശോഭിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് എന്നാണ് VTയുടെ ഈ ചരമദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.